ഇന്ന് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. പാർട്ടി വെയർ കളക്ഷൻസിൽ നല്ല ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലും വരുന്ന കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. ഞാൻ ജിബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും വെബ്സൈറ്റ് ത്രൂ ഒരു വാട്സ്ആപ്പ് വഴി പർച്ചേസ് ചെയ്യാം. വീഡിയോ കണ്ടു നോക്കിയാലോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ യെല്ലോ ആണ്, ഒരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഫാബ്രിക് പറയുകയാണെങ്കിൽ സോഫ്റ്റ് സെമി സിൽക്ക് ആണ് ഫാബ്രിക്. നല്ലൊരു ഡിസൈനർ പാറ്റേണിലാട്ടോ സാരി വരുന്നത്. ഒരു ആന്റീക് ബനാറസി മോട്ടീവ്സ് ആണ് സാരിയിൽ വരുന്നത്. നല്ലൊരു ലീഫ് പാറ്റേണിലാണ് മോട്ടീവ്സ് വരുന്നത്. സാരിയുടെ ബോഡി പ്ലെയിൻ ആണ്. ബോഡി പ്ലെയിൻ വന്നിട്ട് നല്ലൊരു ബനാറസി ബോർഡർ വരുന്നുണ്ട്. അതിന്റെ ലോവർ ഏരിയ വരുമ്പോൾ കണ്ടോ ഈ ഒരു സ്റ്റൈലായിരിക്കും. അതിൽ ആ ഒരു വുവൺ പാറ്റേൺസ് വരുന്നുണ്ട്. നല്ലൊരു ഡിസൈനിലാണ് വുവൺ ഡിസൈൻസ് വരുന്നത്. കണ്ടോ ലീഫ് പാറ്റേൺസ് വന്നിട്ട് അതിലും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് ലീഫിന്റെ മിഡിലിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. സിമ്പിൾ ബോർഡർ വരുന്നത് സിമ്പിൾ ആയിട്ട് വന്നിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിൽ തന്നെ ആയിരിക്കും. ആ ഒരു ലീഫ് ഡിസൈൻസ് വരുന്നുണ്ട്. മുന്താണി വരുമ്പോൾ സെയിം പാറ്റേൺ തന്നെ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലായിരിക്കും മുന്താണിയിൽ ആ ഒരു ലീഫ് പാറ്റേൺസ് വരുന്നുണ്ടോ. ഈ ഒരു സ്റ്റൈലായിരിക്കും പല്ലു വരുമ്പോൾ. ഇതാണ് സാരിയുടെ മുന്താണി. സെയിം പാറ്റേൺ സിമ്പിൾ ബോർഡർ ആയിരിക്കും പല്ലു ഫിനിഷ് ചെയ്യുന്നത്. ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും. പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സാരിയിൽ വരുന്ന അതേ ആ ഒരു ബോർഡർ തന്നെ ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് കേട്ടോ. ലോവർ ഏരിയ കംപ്ലീറ്റ് കണ്ടോ ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു ലീഫ് ഡിസൈൻസ്. പല്ലു വിത്ത് ബ്ലൗസ് സെയിം സ്റ്റൈലിൽ അതേ ആന്റിക് ബനാറസി മോട്ടീവ്സ് തന്നെയാണ് സാരി വരുന്നത് കേട്ടോ. നല്ലൊരു ടീൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ടീൽ ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ മുകൾ ഭാഗം വരുന്നത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. ലോവർ ഏരിയ വരുന്നത് അതേ ആ ഒരു ലീഫ് ഡിസൈൻസിൽ തന്നെയായിരിക്കും ലോവർ പാർട്ട് വരുന്നത്. കണ്ടോ നല്ലൊരു പാറ്റേണിലാണ്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആട്ടോ. നമുക്ക് ഒരു പാർട്ടി വെയർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന നല്ലൊരു കളക്ഷനാണ്. ഇതായിരിക്കും സാരിയുടെ മുന്താണി. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ്. പ്ലെയിൻ ബോഡി വന്നിട്ട് സിമ്പിൾ ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരുന്നത്. അടുത്ത കളർ വരുന്നത് നല്ലൊരു പിങ്ക് ആണ്. ഒരു ഷാമ്പെയിൻ പിങ്കും ബേബി പിങ്കും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാട്ടോ സാരി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ലീഫ് മോട്ടീവ്സ് തന്നെയാണ്. ആന്റിക് ബനാറസിയിലുള്ള ലീഫ് ഡിസൈൻസ് തന്നെ ആയിരിക്കും. ലോവർ ഏരിയ ഫുള്ളും വരുന്നുണ്ട്. മുന്താണി വരുമ്പോൾ സെയിം സ്റ്റൈലിൽ തന്നെ ഇതായിരിക്കും പല്ലുവിൽ ആ ഒരു ലീഫ് ഡിസൈൻസ് വരുന്നത്. പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് ലാവൻഡർ ടോൺ ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആട്ടോ എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ സെയിം അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ലീഫ് ഡിസൈൻസ് വരുന്നത് കേട്ടോ. ആ ലീഫ് ഡിസൈൻസിന്റെ ഇന്നർ ഡിസൈൻ നല്ലൊരു പാറ്റേണിലാണ്. കാരണം ഒരു ആന്റിക് സെറിയിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലായിരിക്കും ആ ഒരു ഡിസൈൻസ് വരുന്നത്. സിമ്പിൾ ബോർഡർ, ഒരു ബാവഞ്ചി സ്റ്റൈലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് മുന്താണിയിലും വരുന്നത്. എല്ലാ സാരീസും ഒരേ സ്റ്റൈലിൽ തന്നെ ഇതായിരിക്കും. പല്ലുവിൽ വരുമ്പോൾ ആ ഒരു ലുക്ക് ഇങ്ങനെ വരും. സാരിയുടെ മുന്താണി പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സെയിം ഡിസൈൻ സെയിം ഫാബ്രിക്. അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത് കേട്ടോ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു ലീഫ് മോട്ടീവ്സ് വരുന്നുണ്ട്. സിമ്പിൾ ബോർഡർ സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ലോവർ ഏരിയയിലും അതേ വർക്ക് തന്നെ വന്നിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ്. റണ്ണിങ് ബ്ലൗസ്. അടുത്ത സാരീസും നല്ല എലഗന്റ് പാർട്ടി വെയർ സാരീസ് ആട്ടോ. ഹാൻഡ് വർക്കിലാണ് സാരീസ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡാർക്ക് മൂവ് ടോൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ ഫാബ്രിക് നല്ലൊരു ക്രഷ് സിൽക്ക് ആണ്. ക്രഷ് സിൽക്കിൽ ഫുൾ ഒരു ഹാൻഡ് വർക്ക് ആണ് സാരി വരുന്നത്. നല്ല ഒരു എലഗന്റ് ഡിസൈനിലാട്ടോ ഈ ഒരു വർക്ക് വരുന്നത്. അതിലും ഒരു സ്വീക്കൻസ് വർക്കും വരുന്നുണ്ട്. ഡിഫറെന്റ് കളർ പാലറ്റിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് ഹാൻഡ് വർക്കിൽ. കണ്ടോ ഈ ഒരു ടോൺ വരുന്നത് ഒരു പീച്ച് ആൻഡ് ഒരു മസ്റ്റേർഡ് യെല്ലോ വിത്ത് പീച്ച് ആണ് ഈ ഒരു ടോൺ വരുന്നത്. നെക്സ്റ്റ് ബോർഡർ വരുന്നത് ഓണിയൻ പിങ്ക് വിത്ത് മൗ ടോൺ ആണ് നെക്സ്റ്റ് ബോർഡർ വരുന്നത്. അടുത്ത കളർ റെഡ് ആൻഡ് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. അങ്ങനെ ഡിഫറെന്റ് ടോണിലായിരിക്കും ഈ ഒരു ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ആ ഒരു ക്രംബിൾ ഫീലാട്ടോ. ക്രഷ് സിൽക്കാണ്. ക്രഷ് സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. ക്ലോസറിൽ അറിയാൻ പറ്റുമല്ലോ ആ ഒരു ഫീൽ സാരിയുടെ. വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ. വളരെ ഫെദർ ലൈറ്റ് എന്ന് നമുക്ക് പറയാം. അത്ര തിൻ ഫാബ്രിക് ആണ് സാരി വരുന്നത്. ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് ആണ് ബോഡി വരുന്നത് കംപ്ലീറ്റ്. ഈ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ മുന്താണി. ഇതായിരിക്കും സാരിയുടെ പല്ലു. ഫുൾ അതേ ഹാൻഡ് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ പല്ലു ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ ക്രഷ് സിൽക്കിൽ നോർമലി ഒരു ഹാൻഡ് വർക്കിന്റെ സാരീസ് നമ്മളങ്ങനെ കാണാറില്ല. വളരെ യുണീക്ക് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആട്ടോ ഇത്. ഈ ഒരു സ്റ്റൈലിലാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഡബിൾ സൈഡ് ഹാൻഡ് വർക്ക് ബോർഡർ, സ്വീക്കൻസ് വർക്ക്, ഹാൻഡ് വർക്കിൽ തന്നെയുള്ള മുന്താണി വന്നിട്ട് ബ്ലൗസിന്റെ സ്ലീവിലും ഹാൻഡ് വർക്കിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവും വരിക. ഈ ഒരു പാറ്റേൺ ആയിരിക്കും സ്ലീവ് വരുന്നത്. എല്ലാ കളേഴ്സും നല്ലതാട്ടോ. നല്ല നല്ല കളർ പാലറ്റ്സിലാണ് സാരി വരുന്നത്. അക്വാ ഗ്രീൻ ആണ് നെക്സ്റ്റ് ടോൺ വരുന്നത്. അക്വാ ഗ്രീനിലും സെയിം സ്റ്റൈലിൽ തന്നെ ഡിഫറെന്റ് ടോണിലായിരിക്കും ആ ഒരു ഹാൻഡ് വർക്ക് വരുന്നത്. ബോർഡർ വരുമ്പം നല്ലൊരു റെഡ് ആൻഡ് പിങ്ക്, ബേബി പിങ്ക്, ലാവൻഡർ, പീച്ച് ആൻഡ് മസ്റ്റേർഡ് ആ ഒരു ടോണിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്.
സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് സ്കാറ്റേഡ് ആയിട്ട്. ഹാൻഡ് വർക്കിൽ തന്നെയുള്ള മോട്ടീവ്സ് ആയിരിക്കും ബോഡി വരുന്നത്. ഇതായിരിക്കും കേട്ടോ മുന്താണി. സെയിം അതേ ഹാൻഡ് വർക്കിൽ തന്നെ ആ ഒരു ക്രഷ് സിൽക്കാണ്, ക്രഷ് സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതായിരിക്കും പല്ലു. ബ്ലൗസും സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് ഹാൻഡ് വർക്ക് ബോർഡറിലായിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരുന്നത്. അടുത്ത സാരി നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്രൗൺ ആട്ടോ, ഹണി ബ്രൗൺ ആണ്. നമ്മൾ തേൻ്റെ എല്ലാം ബ്രൗൺ ഉണ്ടല്ലോ, ആ ഒരു കളറാണ് സാരി വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയാണ്, ഫുൾ സാരിയിലും അതേ സ്റ്റൈലിൽ തന്നെ ഡിഫറെന്റ് കളർ പാരറ്റിലുള്ള ഹാൻഡ് വർക്ക് വന്നിട്ട് സ്വീക്വൻസ് വർക്ക് ആയിരിക്കും വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ മോട്ടീവ്സ് വന്നിട്ട് മുന്താണിയിൽ വർക്ക് വരുന്നത് ഈ ഒരു സ്റ്റൈലായിരിക്കും കേട്ടോ ഹാൻഡ് വർക്ക് വരുന്നത്. നല്ല ഫാബ്രിക് ആണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ മെറ്റീരിയൽ. വൺ ലെയറിലും കണ്ടോ വളരെ തിൻ ഫാബ്രിക് ആണ്, ക്രഷ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ബ്ലൗസ്. അടുത്ത സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്, വിസ്കോസ് ഓർഗൻസ ആണ്, ഓർഗൻസ സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത് കേട്ടോ. നല്ലൊരു കളറാണ്, ഒരു ലാവൻഡർ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ഇതിലും ഹാൻഡ് വർക്ക് തന്നെയാണ് ഫുൾ വരുന്നത്. ഇത് നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് ഹാൻഡ് വർക്ക് വരുന്ന സാരിയിൽ. ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ, ഈ ഒരു സ്റ്റൈലാണ് ഹാൻഡ് വർക്ക് വരുന്നത്. നല്ലൊരു സിക്സ് ആക്ക് പാറ്റേൺസ് വന്നിട്ട് അതിലൊരു ഫ്രഞ്ച് നോട്ട്സിന്റെ പാറ്റേണിലായിരിക്കും ഹാൻഡ് വർക്കിന്റെ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ഇതാണ് വിസ്കോസ് ഓർഗൻസയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിലും ആ ഒരു മോട്ടീവ്സ് വരുന്നുണ്ട്. ബോഡിയിൽ വരുമ്പോൾ ഈ ഒരു ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ഹാൻഡ് വർക്കിൽ വരുന്നത്. നല്ലൊരു ലാവൻഡർ ടോൺ, അതൊരു ഡ്യുവൽ ടോണിലാണ് സാരിയുടെ ആ ഒരു ബോഡി വരുന്നത്. മുന്താണി വരുമ്പോൾ ഈ ഒരു സ്റ്റൈലായിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത് സാരിയുടെ പല്ലുവിൽ. സാരിയുടെ ബോർഡറിൽ വരുന്ന അതേ വർക്ക് തന്നെ ആയിരിക്കും കേട്ടോ ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നത്. ബ്ലൗസ് കാണിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സെയിം അതേ ബോർഡർ തന്നെ, ഹാൻഡ് വർക്കിലുള്ള അതേ ബോർഡർ ആയിരിക്കും. സിക്സ് ആക്ക് പാറ്റേണിൽ ഫ്രഞ്ച് നോട്ട്സിലായിരിക്കും ബോർഡർ വരുന്നത്. അടുത്ത സാരി നല്ലൊരു മെറ്റാലിക് ലുക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരി ആട്ടോ. ഇതൊരു ഗ്രേഷ് ഗ്രീൻ ആണ്, ഡ്യുവൽ ടോൺ തന്നെ വരുന്നത്. ക്രഷ് സിൽക്ക് തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഗ്രേയും ഗ്രീനും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. അതിൽ ആ ഒരു ക്രഷ് ഫീൽ വന്നിട്ട് ഫുൾ ആ ഒരു ഹാൻഡ് വർക്കിൽ തന്നെ ആയിരിക്കും ബോഡി വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഹാൻഡ് വർക്ക് വരുന്നത്. ഈ ഒരു പാറ്റേൺ വന്നിട്ട് ബോർഡർ വരുന്ന ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഹാൻഡ് വർക്കിന്റെ തന്നെ ബോർഡർ വരുന്നുണ്ട്. പല്ലു മുന്താണി ഈ ഒരു പാറ്റേണിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ. നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന നല്ലൊരു മെറ്റാലിക് ടോണിലാണ് സാരി. സെയിം അതേ പാറ്റേൺ തന്നെ, ആ ഒരു സാരിയുടെ കളറിനോട് നല്ല മേർജ് ചെയ്തിരിക്കുന്ന പാറ്റേണിലാണ് ആ ഒരു ഹാൻഡ് വർക്കിന്റെ ബോർഡർ വരുന്നത്. അടുത്ത സാരി ഓർഗൻസ ആണ് സാരിയുടെ ഫാബ്രിക് കേട്ടോ. വൈറ്റ് ആണ്, നല്ലൊരു ഓഫ് വൈറ്റ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ നല്ലൊരു പാറ്റേണിലാണ് സാരിയിൽ ആ ഒരു വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഒരു ആപ്ലിക് വർക്ക് വന്നിട്ട് അതിൽ വൈറ്റ് ത്രെഡ് എംബ്രോയിഡറി ആണ് വരുന്നത് സാരിയിൽ. ഒരു പിങ്ക്, ബേബി പിങ്ക് ആൻഡ് ബേബി ബ്ലൂ ആ ഒരു ടൈപ്പിലാണ് വരുന്നത് കോമ്പിനേഷൻ. ഒരു പൗഡർ ബ്ലൂ വിത്ത് ബേബി പിങ്ക്. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വരുന്നത്. വൈറ്റ് ത്രെഡ് വെച്ചിട്ടായിരിക്കും സ്കാലപ്പ് ഫിനിഷ് വരുന്നത്. ഫുൾ സാരിയും ഇതേ ഈ മോട്ടീവ്സ് ആണ് വരുന്നത് കേട്ടോ. ആപ്ലിക് വർക്കിൽ ആ ഒരു വർക്കിലായിരിക്കും സാരിയുടെ ബോഡിയും പല്ലും എല്ലാം വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ലാസ്റ്റ് സാരിയാണ് വരുന്നത് കേട്ടോ. ഇന്നത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ കളക്ഷൻസിൽ ലാസ്റ്റ് സാരി ഓഫ് വൈറ്റ് തന്നെയാണ് സാരിയുടെ കോമ്പിനേഷൻ. ഓർഗൻസയാണ് ഫാബ്രിക്. ഓർഗൻസയുടേതായ ട്രാൻസ്പെറൻസി സാരിക്ക് കാണും കേട്ടോ. ഇതിന്റെയും ആ ഒരു ആപ്ലിക് വർക്കിന്റെ കോമ്പിനേഷൻ നല്ലൊരു ഷെയ്ഡാട്ടോ. യെല്ലോ ആണ്, യെല്ലോ വിത്ത് ബ്ലൂ ആണ് സാരിയിൽ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ആപ്ലിക് വർക്കിന്റെ ഫ്ലോറൽ വർക്ക് ഫുൾ ആ ഒരു മോട്ടീവ്സ് ആയിരിക്കും എൻറ്റയർ സാരിയിലും വരുന്നത്. ഈ ഒരു സ്റ്റൈലായിരിക്കും ഫുൾ ബോഡി വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും അതേ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവിലും വരുന്നത്.